ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പയറ്റിയ ഒരു തന്ത്രമാണ്. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോവുക, അവിടെ പോയി ഏതെങ്കിലും ഒരു പ്രധാനിയെ എടുക്കുക, അയാൾ കൈവശം പണം കൊടുക്കുക, മദ്യം കൊടുക്കുക. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി നടത്തി വിജയിച്ചത് ഇപ്രാവശ്യം വീണ്ടും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളിപ്രാവശ്യം വളരെ ജാഗ്രതയോടു കൂടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് പ്രദേശത്ത് ഇവരിറങ്ങിയാലും അപ്പോൾ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. അതനുസരിച്ചിട്ട് ഞങ്ങളുടെ ആളുകൾ അവിടെ ഉണ്ടാവും. ഇത്തവണ അത് ഒരു കാരണവശാലും അങ്ങനെ പണം കൊടുത്ത് മദ്യം കൊടുത്ത് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാമെന്ന് ഒരു ഇവർ മോഹിച്ചാൽ അത് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇവർ പറയുന്നത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രാദേശിക നേതാവിനെ കാണാൻ വന്നതാണെന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രാദേശിക നേതാവിനെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒന്നിലധികം വണ്ടികൾ എന്തിനാണ് പോകുന്നത്? കൂടെ ഒരു വണ്ടി ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് ഇപ്പോൾ ലൈസൻസ് ആവശ്യമില്ല, പക്ഷേങ്കിൽ ഒരു എയർ ഗൺ വെച്ചിരുന്നത് എന്തിനാ? അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായാൽ ജനത്തിനെ പെട്ടെന്നെടുത്ത് ഭീഷണിപ്പെടുത്തി രക്ഷപ്പെട്ടു പോവുക എന്ന തന്ത്രമാണല്ലോ എടുക്കുന്നത്. റിയൽ എസ്റ്റേറ്റിന് വരുന്നയാൾ എന്തിനാ ഗണ്ണ് കൊണ്ടുപോകുന്നത്? വേറൊരു വണ്ടി കൊണ്ടുപോകുന്നത് എന്തിനാ? ഇതെല്ലാം ദുരൂഹതയാണ്. നമ്മുടെ നാട്ടിൽ ഈ കാര്യങ്ങളൊക്കെ എത്ര ഒളിച്ചു വെച്ചാലും നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അദ്ദേഹത്തെ പോലൊരാൾ ഇറങ്ങരുതായിരുന്നു. പുള്ളിക്ക് ആവശ്യമായ ബിസിനസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ കോളനികൾ കേന്ദ്രീകരിച്ച് ആളുകൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പോവുക, അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, അതൊരു ശരിയായ ഒരു രീതിയല്ല. അത് അവസാനിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. തുടരുന്നത് വളരെ ദോഷം ചെയ്യും അദ്ദേഹത്തിന്. പക്ഷേ ഇന്നലത്തെ പരിശോധനയിൽ വണ്ടിയിൽ നിന്നോ അല്ലെങ്കിൽ പണം കൊടുത്തതായോ കണ്ടെത്താൻ പോലീസിനോ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കോ കഴിഞ്ഞിട്ടില്ല എന്നോട് പറയുന്നുണ്ട്. അത് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ തന്നെ കാശ് കൊടുക്കലല്ല, ഒരു ഡീല് ഉറപ്പിക്കുക. ആ ഡീൽ ഉറപ്പിച്ചതിന് ശേഷം തൊട്ട് പുറകെ വേറൊരു വണ്ടിയിൽ ആളുകൾ വന്ന് പൈസ കൊടുക്കുക. ഇതാണ് കാര്യങ്ങൾ ചെയ്യുക. എത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തെല്ലാം സംവിധാനങ്ങളാണ് വേണ്ടത്, അങ്ങനെ ഒരു ഡീൽ ഉറപ്പിക്കുക. ഉറപ്പിച്ചതിന് ശേഷം പുറകെ നിന്ന് വേറൊരു വണ്ടിയിൽ പൈസ കൊണ്ടുപോയി കൊടുക്കുക. ഇതാണ് അവർ കഴിഞ്ഞവണ ചെയ്തിട്ടുള്ള ഒരു തന്ത്രം. അതിപ്പോൾ ആദ്യമേ തന്നെ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വാഹനത്തിൽ ആരും ബുദ്ധിയുള്ളവരാരും സ്വാഭാവികമായിട്ട് ആ വാഹനത്തിൽ പൈസ വെക്കത്തില്ല. അപ്പോൾ അതിനൊരു തന്ത്രം, ഒരു രീതിയുണ്ട്. ആ രീതി വെച്ചിട്ടാണ് അവർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിജു രമേശ് പറയുന്നത് അടൂർ പ്രകാശ് എന്തായാലും ജയിക്കും. അപ്പോൾ അടൂർ പ്രകാശ് ജയിക്കുമോ എന്നൊരു ഭയം കൊണ്ട് LDF ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതാണ്. അല്ല, ഇതിപ്പോൾ കൈപ്പുണ്ണിന് കണ്ണാടി എന്തിന്? ഇത് ജനം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ താമസിക്കുന്ന ഒരാൾ പിന്നെ അരുവിക്കരയിലെ ഒരു കോളനിയിലേക്ക് ചെല്ലുക, അവിടെ സംവിധാനങ്ങൾ ഉണ്ടാക്കുക. എന്തിനാ അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ? റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ വിളിപ്പിച്ചാൽ മതിയല്ലോ. ഇദ്ദേഹം വിളിച്ചാൽ ആരും ചെല്ലുമല്ലോ, അവിടെ വിളിപ്പിച്ചാൽ മതിയല്ലോ. അപ്പം അത് ഒരു ആരോപണം. അടൂർ പ്രകാശ് ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ അത് വേറെ കാര്യം. പക്ഷെ അടൂർ പ്രകാശ് 5 കൊല്ലവും ഏതെങ്കിലും ഒരു കോളനിയിൽ 1 രൂപ ചിലവാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കോളനിയിൽ കുടിവെള്ളത്തിന് വേണ്ടിയോ അവിടുത്തെ റോഡിന് വേണ്ടിയോ ഈ പാവപ്പെട്ട SC വിദ്യാർത്ഥികളുടെ പഠനമുറിക്ക് വേണ്ടിയോ 1 രൂപ ചിലവാക്കിയിട്ടില്ലല്ലോ. അങ്ങനെ ഈ 5 കൊല്ലവും 1 രൂപയും ചിലവാക്കാത്ത ഒരാൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പണവുമായിട്ട് ആളെ വിടുക എന്ന് പറഞ്ഞാൽ അതിലെ ഒരു സാങ്കേതികത്വം എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് മറിച്ചു എന്ന് ഈ BJPയുടെ ഓഫീസ് സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നടത്തിയിട്ടുണ്ടാവുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോയത്. BJPയുമായിട്ട് സന്ധി ചെയ്യുക, വോട്ട് മറിക്കുക, ഇതുപോലെ കാശ് കൊടുക്കുക, വോട്ട് വാങ്ങുക, ഇത്തരം സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ട് 38,000 വോട്ടിനെ ജയിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു കോടാനുകോടി രൂപയുടെ ഡീലാണ് നടന്നതെന്ന്. അതെല്ലാം നടന്നിട്ട് 38,000 വോട്ട് മാത്രമാണ് ഇവിടെ മറിക്കാൻ വേണ്ടി പറ്റിയത്. അത് ഇത്തവണ ഞങ്ങൾ കാര്യമായിട്ട് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് ചാനൽ തന്നെ പറഞ്ഞു ഇത്തവണ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ജാഗ്രതയോടെ LDF നിൽക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ പിടി വീണുപോയി.
ഇനി ആളുടെ മുമ്പിലൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാനവിടെ ഇതിനാണ് പോയത് അതിനാണ് പോയതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കർശനമായിട്ടുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ ആളുകൾ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കും. ഇപ്പോൾ ഇവർ മാത്രമല്ല, BJPയുടെ ഒരു മുൻ ജില്ലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലും കാശ് കൊടുക്കുന്ന സംവിധാനം നടത്തി വരികയാണ്. അതും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ്. സീരിയസ് ആയിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, ഇപ്പം ഞങ്ങൾ മറ്റു പരാതി കൊടുത്തിട്ടുണ്ട്. മറ്റതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ചെറിയ ഒരു ഇതുകൂടി കിട്ടാനുണ്ട്. കിട്ടിയാൽ അത് പരാതിയായിട്ട് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കും. ഈ പ്രചരണത്തിൽ പ്രധാനമായി ഇത് ഉന്നയിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇന്നിപ്പോൾ ഞങ്ങൾ അത് ഉന്നയിക്കാൻ പോവുകയാണ്. അത് പ്രധാനമായിട്ട് എല്ലാ സ്ഥലത്തും ഞങ്ങളത് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്.